റഹീം ഇന്ത്യക്കാരെ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക കയറ്റി അയക്കുന്നുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര നയ സമീപനങ്ങളിൽ ഇടപെടാനോ ട്രംപ് സർക്കാരിന്റെ പോളിസി തീരുമാനിക്കാനോ ഇന്ത്യ ഗവൺമെന്റിന് പറ്റില്ല. ശരി തന്നെ. പക്ഷേ തിരിച്ചയക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ ഓരോ ഇന്ത്യൻ പൗരന്റെയും മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണല്ലോ. എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? 17,000-ഓളം ആളുകളെ ഈ തവണ അടുത്തു തന്നെ ഇതുപോലെ നാട് കടത്തുന്നുണ്ട്. ഇന്ത്യ എയർക്രാഫ്റ്റുകൾ അയച്ച് അവിടെയുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കണമെന്നുള്ളതാണോ പ്രതിപക്ഷത്തിന്റെ പ്രപ്പോസൽ? ഞാനതിലേക്ക് വരാം. സീറ്റിൽ നിന്ന് അനങ്ങാൻ സമ്മതിച്ചില്ല. യാത്രയിലുടനീളം കൈകാലുകളിൽ വിലങ്ങ് വെച്ചു. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. നിരന്തരം ആവശ്യപ്പെട്ടിട്ടാണ് വാഷ്റൂമിലേക്ക് പോലും പോകാൻ സമ്മതിച്ചത്. വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളെ അതിലേക്ക് തള്ളിയിടുകയായിരുന്നു. യാത്ര ശാരീരികമായി മാത്രമല്ല മാനസികമായി തളർത്തി. തിരിച്ചു വന്നതിൽ ഒരാളാണ് ജസ്പാൽ സിംഗ്. ഞാൻ ചോദിക്കട്ടെ, ജസ്പാൽ സിംഗിൻ്റെ ഈ വാക്ക് മാത്രമല്ല, ഈ കണ്ട കാഴ്ചകളൊക്കെ നമ്മളിവിടെ വിശദീകരിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ സംഭവത്തെ അപലപിക്കാത്തത് എന്നതാണ്. അവരുടേതായ രാഷ്ട്രീയ സംസ്കാരം കാണിക്കുന്നു, അവരുടേതായ രാജ്യത്തെ നിയമവും അവരുടെ നയവുമാണ് അത്ര കാണിക്കുന്നത്. എന്നൊരു പ്രശ്നമുണ്ട്. അമേരിക്കയുടെ നിയമം ഇതാണോ? 2009 മുതൽ ഇതുവരെയുള്ള ഡിപ്പോർട്ടേഷൻ്റെ കണക്ക് ഇന്ന് പാർലമെൻറ്റിനകത്ത് വിദേശകാര്യമന്ത്രി അവതരിപ്പിച്ചു, ഇയർ വൈസ്. അന്നൊക്കെ കയറ്റി അയച്ചത് എങ്ങനെയായിരുന്നു? അപ്പോൾ അതിനോട് കൊറി ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോ അംഗങ്ങളും, പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ, ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചൊരു കാര്യം, ഈ കഴിഞ്ഞ കാലയളവിൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് പ്രൈവറ്റ് എയർക്രാഫ്റ്റിൽ അയച്ചത്, ഏതൊക്കെയാണ് നമ്മുടെ രാജ്യം എയർക്രാഫ്റ്റ് അയച്ച് കൊണ്ടുവന്നത്, ഏതൊക്കെയാണ് അമേരിക്കയുടെ സേനാ വിമാനത്തിൽ കയറ്റി അയച്ചത്? ഒരക്ഷരം മറുപടി പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ജയശങ്കർ മിണ്ടിയതയില്ലല്ലോ. ഇപ്പോൾ ജയശങ്കർ അതിൽ പറഞ്ഞൊരു കാര്യം, ഏത് വിമാനമാണെന്ന് പറയുന്നില്ല എന്നാണ്. ഏത് വിമാനത്തിൽ വേണമെങ്കിലും കയറ്റി അയച്ചാൽ മതി. ഇനി പോട്ടെ, ഏത് വിമാനത്തിൽ കയറ്റി അയക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണ്ടേ? മനുഷ്യരോടുള്ള പരിഗണനകൾ ഉണ്ടാകണ്ടേ? മനുഷ്യാവകാശം എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതിനെ അപലപിക്കാൻ എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് കഴിയാത്തത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ട്രംപിനെ പേടിയാണ്, അമേരിക്കയോട് വിധേയത്താണ്. ഇന്ത്യൻ പൗരന്മാരോടുള്ള സ്നേഹവും ഇന്ത്യൻ പൗരന്മാരോടുള്ള താല്പര്യത്തിനും അപ്പുറത്ത് അമേരിക്കയോടുള്ള വിധേയത്താണ്. BJPക്ക് വേണ്ടി ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിനിധി, സഹയാത്രികൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണ്? പുറത്ത് BJPയും പറയുന്ന വാദം ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തിനാണ് പോയത്? ഇവിടെ തന്നെ ജീവിച്ചുകൂടായിരുന്നോ? ഇവരെ ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്തൊരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ, കുറേ ആൾക്കാരിവിടെ ഉണ്ടല്ലോ, ഏജൻസികളുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ശ്രീ PJ വിൻസെൻ്റ് നേരത്തെ കൂടുതൽ വലിയൊരു കണക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10,000-കണക്കിന് ഇന്ത്യൻസ് അമേരിക്കയിലേക്ക് മാത്രം ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു രാവിലെ എണീറ്റിട്ട് ഞാനങ്ങ് ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്യാം എന്ന് കരുതി ഒരു ഇന്ത്യക്കാരനും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊരു ഏജൻസി വഴി പോയിരിക്കുന്നതാണ്. ആ ഏജൻസി വർക്ക് ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണാവോ? ഇതേ വിശ്വഗുരുവിൻ്റെ രാജ്യത്തിലല്ലേ? അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ്, വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് എന്തെടുക്കുകയായിരുന്നു? അവരുടെ ജോലി എന്തായിരുന്നു? ഇനി പ്രധാനമന്ത്രിയുടെ സ്വന്തം നാട്ടിലുള്ളവരുണ്ട്. ഇന്നലെ ഈ വിലങ്ങണിയിച്ച് കയറ്റിവിട്ടത് ഗുജറാത്തിലുള്ളവർ, അവരാണ് കൂടുതൽ. ആ ഗുജറാത്തിലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഇങ്ങനെ കയറ്റി അയക്കുന്നത് എത്ര കാലമായി? 2000-ൻ്റെ ആദ്യപാദം മുതൽ BJP ഭരിക്കല്ലേ ഇവിടെ? ഇത്രയും കാലത്തിനിടയിൽ ഗുജറാത്തിൽ അറിയുന്നില്ലേ? പോട്ടെ, ഇന്ത്യ ഗവൺമെൻറ് 2014 മുതൽ ഇതേ മോദിയല്ലേ ഇന്ത്യ ഭരിക്കുന്നത്, അറിയുന്നില്ലേ? ഞങ്ങൾ ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമേരിക്കയിൽ ഇനി എത്ര പേരുണ്ട്? ഇനി എത്ര പേരെ ഡിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്? അവരെ റെസ്പെക്റ്റ്ഫുള്ളായി, ഡിഗ്നിഫൈഡായി ഇന്ത്യയിലേക്ക് മടക്കി അയക്കാൻ എന്തെല്ലാം സമീപനമാണ് നിങ്ങളെടുത്തിരിക്കുന്നത്? വ്യക്തമായ മറുപടിയില്ല. എന്തെങ്കിലും പ്ലാനുണ്ടോ? ഒരു പ്ലാനെ കുറിച്ച് പറയുന്നില്ല. കാരണം എന്താ? ഇവർ പറഞ്ഞാലൊട്ട് കേൾക്കില്ലേ എന്ന് എനിക്കറിയില്ല. ഇനി പറയാൻ പേടിയാണോന്നറിയില്ല. ഇതൊന്നും പോയി ചോദിക്കാനുള്ള ഗട്ട്സ് ഇല്ല. എന്താണ് പ്രശ്നം? പറയണ്ടേ? രാജ്യത്തോട് പറയണ്ടേ? ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിൽപ്പെട്ടിരിക്കുകയാണ്, ട്രംപ് എണ്ണ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രംപ് എൻ്റെ സുഹൃത്താണ്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടുപോയി എങ്കിൽ പറയാതെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ മറുപടി പറയണ്ടേ? എത്ര മോശമാണ്, എത്ര ആപൽക്കരാണ്. ഒരു രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, രാജ്യത്തിലെ പൗരന്മാർക്ക് രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എന്തിനാണ് എംബസികൾ പ്രവർത്തിക്കുന്നത്?
ഒരു രാജ്യത്തെ പൗരൻ വേറൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിലെ പൗരന് ഏത് നിമിഷവും വളരെ കൃത്യമായി ചെല്ലാൻ അവനവൻ്റെതായ ഒരു പ്രിവിലേജോട് കൂടി കയറി ചെല്ലാൻ കഴിയുന്ന സ്ഥലമാണ് എംബസികൾ. അതല്ലേ എംബസിയും അവിടുത്തെ വിദേശ ഡയസ്പോറകളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അങ്ങനെ പരിരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു രാജ്യം വിദേശത്ത് വെച്ച് സംരക്ഷിക്കാനാകുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്ക് എയർക്രാഫ്റ്റ് കയറ്റിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് പറയാൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ ഈ സേനാ വിമാനത്തിൽ വിലങ്ങണിയിച്ചു, ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചാൽ വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ വിമാനം അയക്കാം. ഇന്ത്യക്ക് എത്ര പൈസയല്ലേ അവിടേക്ക് വിമാനം അയക്കാൻ? ഞങ്ങൾ എടുത്തോളാം, ഞങ്ങളുടെ പൗരന്മാരെ തരൂ എന്നെന്തുകൊണ്ട് പറയുന്നില്ല? ഇത് വളരെ ഇത്രയും മോശമായി രാജ്യത്തിന് മുമ്പിലായിട്ട് എല്ലാ അർത്ഥത്തിലും. പിന്നെ വേറൊരു ആംഗിളുണ്ട്, ഞാൻ ആംഗിളിലേക്ക് കൂടുതൽ പോകുന്നില്ല. ശരി, അതെന്താ ആംഗിള്? ഇത്രയും കാലം ഈ RSSകാര് BJPക്കാർ രാജ്യമാകെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മുടെ ഇവിടെ ഒന്നും നിവർത്തിയില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ആളുകളെല്ലാം വിദേശത്തേക്ക് പോകുന്നല്ലേ? ഞങ്ങളന്നേ പറഞ്ഞു, NRI നമ്മളെ വിദേശത്തേക്കുള്ള പലായനത്തിൻ്റെ മൈഗ്രേഷൻ്റെ ലീഗൽ ആൻഡ് ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ കണക്കെടുത്താൽ കേരളം അല്ല. ഇനി മൈഗ്രേഷൻ ഒരു ക്രൈമാണോ? ക്രൈമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. നിങ്ങൾ ആ മൈഗ്രേഷനെ ക്രൈമാണെന്ന് കാണുന്ന തീവ്ര വലത് രാഷ്ട്രീയം. ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ രാഷ്ട്രീയത്തോട്, ആ കാഴ്ചപ്പാടുകളോട് പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. ഇതിനേക്കാൾ ആപൽക്കരമായ സൂചനകളാണ് ട്രംപ് നൽകുന്നത്. ഇന്ന് പാർലമെൻറ്റിൽ ഫൗസിയ ഖാൻ, വളരെ ഉന്നതൊരു നേതാവ്, ഒരു MP പ്രതിപക്ഷത്ത് നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. അത് ജയശങ്കറോട് തന്നെയാണ് ചോദിച്ചത്. ഇന്നത്തെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോടാണ്. ഗാസയ്ക്കു നേരെ ട്രംപ് ഉതിർത്തൊരു വെടിയുണ്ടല്ലോ ഇന്ന്. ഗാസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി, ടൂറിസ്റ്റ് ബീച്ചാക്കി മാറ്റാം. ഈ നിലപാട്, ആ നിലപാടിനോട് ഇന്ത്യയുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം ചോദിച്ചു. ജയശങ്കർ മിണ്ടുന്നേ ഇല്ല. അതായത് അമേരിക്ക ചെയ്യുന്ന, ഫ്രാൻസ് അതിനോട് നിങ്ങൾ ആലോചിക്കണം, ഫ്രാൻസ് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും അമേരിക്കയുടെ നയങ്ങളോട് യോജിച്ചിരുന്നവർ, ശരി, ട്രംപിനോട് അമേരിക്കയോട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നവർ. പക്ഷെ അവർക്ക് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് ഇത് തെറ്റാണ്, ഇത് തെമ്മാടിത്തമാണ്, ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ട്. ആ തൻ്റെ ഇടം നരേന്ദ്രമോദിക്കും ഇന്ത്യ ഗവൺമെന്റിനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ അമേരിക്കയുടെ സ്പോക്ക് പേഴ്സണെ പോലെയാണ്. അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ സ്പോക്ക് പേഴ്സണെ പോലെയാണ് ജയശങ്കർ സംസാരിച്ചത്. ശരി, അതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ട്രംപ് ചെയ്യുന്നതൊക്കെ ലോകത്തെ തന്നെ അസ്ഥിരമാക്കുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. ട്രംപും അതുപോലെ തന്നെ ഈ ഡോജ് സംവിധാനത്തിന് മുകളിലിരിക്കുന്ന എലോൺ മസ്കും ലോകത്തെ തന്നെ പുതുക്കി പണിയുകയാണ്. ആ ഭീഷണി എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.